നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം കിട്ടണമെങ്കിൽ എന്തു വേണം? ഇമാം ബാജൂരി, ഇമാം ഖർബൂത്തിയൊക്കെ അത് പരിചയപ്പെടുത്തുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം കിട്ടണമെങ്കിൽ ഹബീബുമായി കണക്ഷൻ വേണം, ബന്ധം വേണം. ആ ബന്ധങ്ങൾ എങ്ങനെയെല്ലാം ഊട്ടിയുറപ്പിക്കാം എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഏതാവട്ടെ, അങ്ങനെ ഒരാൾക്ക് തിരുനബിയുടെ സഹായം ലഭിച്ചു കഴിഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും? അതാണ് മഹാനായ ഇമാം ബൂസിരി പാടുന്നത്. വമൻ തകും ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ അജാമിഹാ തജ്മീ. എത്ര ഭംഗിയുള്ള പദപ്രയോഗങ്ങൾ! ഇതാ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതാ? മഹാനവറുകൾക്ക് അള്ളാഹു മനസ്സിലേക്ക് അങ്ങോട്ട് ഇട്ടു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിക്കുമ്പോൾ പാടുകയാണ്, വമൻ തകുൻ ബിറസൂലില്ലാഹി നുസ്റതുഹു. ഒരാളുടെ സഹായം, അള്ളാഹുവിന്റെ പ്രവാചകനെ കൊണ്ട് ഒരാൾക്ക് സഹായം ലഭിക്കുകയാണെങ്കിൽ, വമൻ തകുൻ ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്ദു. സിംഹങ്ങൾ, കാട്ടിലെ രാജാക്കന്മാരായ സിംഹങ്ങൾ അവരെ കണ്ടാൽ, ആ വ്യക്തിയെ കണ്ടാൽ, ഇൻ തൽഖഹു അവനെ കണ്ടാൽ, അൽ ഉസ്ദു സിംഹങ്ങൾ അവനെ കണ്ടാൽ, ഫി ആജാമിഹ അവയുടെ ഘോരവനങ്ങളിൽ വെച്ച്, അവയുടെ ഘോരവനങ്ങളിൽ വെച്ച് സിംഹങ്ങൾ ഈ മനുഷ്യനെ കാണുകയാണെങ്കിൽ, തജ്മി അത് നിശബ്ദമായി ശ്വാസം അടക്കി പിടിച്ചിരിക്കും. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം ഒരു വ്യക്തിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ആവശ്യമാകുന്ന ഘട്ടങ്ങളിലൊക്കെ, പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തിരുനബി സഹായിക്കുമെന്ന ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ അവസ്ഥ എന്താ? കാട്ടിന്റെ നടുക്ക് വെച്ച്, ഘോര വനത്തിന്റെ നടുക്ക് വെച്ചൊരു സിംഹം അയാളെ കാണുകയാണെങ്കിൽ, ആ സിംഹം അള്ളാഹുവിൻ്റെ ഒരു വലിയ, തിരുനബിയുടെ ഒരു മുഹിബ്ബ്. ആ മുഹിബിനെ കാണുമ്പോൾ ആ സിംഹം അടക്കിപ്പിടിച്ച് ശബ്ദം പുറത്തേക്ക് വിടാതെ, തെജിമി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. വജമ, സിംഹം മിണ്ടാതെ തൻ്റെ ശത്രുക്കളെ തൊട്ട് പേടിച്ച് ഞാനിവിടെ ഉള്ളതവൻ അറിയണ്ട എന്ന നിലക്ക് ശ്വാസം അടക്കിപ്പിടിച്ച് ഒരു ശബ്ദവും പുറത്തേക്ക് വരാതെ ശ്രദ്ധിക്കുക. സിംഹം പോലും അവൻ എന്നെ വല്ലതും കാട്ടിക്കളയോ എന്ന് പേടിച്ചിട്ട് ശബ്ദം അടക്കി പിടിച്ചു നിൽക്കും. തജ്മീ. എത്രയാണ് മഹാനായ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ഉപമാലങ്കാരത്തിന്റെ ഭംഗി! എന്തോ വെറുതെ അങ്ങ് പറഞ്ഞതല്ല. നിങ്ങളൊന്ന് ആലോചിക്കണം. കാട്ടിലെ സിംഹം എന്ന് ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ കാരണം എന്താ? കാട്ടിലെ സിംഹം എന്ന് ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ കാരണം എന്താ? നാട്ടിലിറങ്ങിയ സിംഹം മനുഷ്യനെ കണ്ടാൽ ഒരു പക്ഷേ മനുഷ്യന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തിരിഞ്ഞോടിയേക്കാം, അല്ലെങ്കിൽ കാണാത്തതുപോലെ എവിടെയൊക്കെ ഒളിച്ചിരുന്നേക്കാം. നേരെ മറിച്ച് കാട് അവരവരുടേതായ സ്വതന്ത്ര ലോകത്ത് ഒരു മനുഷ്യനെങ്ങാനും കാട്ടിനുള്ളിൽ ഒരു സിംഹത്തിന് കിട്ടിയാൽ പിന്നെ അവനെ വെച്ചേക്കുവോ? എന്തായിരിക്കും സിംഹത്തിന്റെ അവസ്ഥ? സിംഹത്തിന്റെ ഗർജനം, എത്ര അതിശക്തമായ ഗർജനമായിരിക്കും സിംഹം പുറത്തെടുക്കുക. അതും കാട്ടിലെ രാജാവ്, ആനയെപ്പോലും ഒതുക്കാൻ ശ്രമിക്കുന്ന സിംഹം. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കാട്ടിലെ വിശേഷങ്ങൾ, പലപ്പോഴും നിങ്ങൾ ചിത്രങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാകും. ആനയെപ്പോലും ഒതുക്കുന്നയാളാണ് ഈ സിംഹം. ആനയുടെ ശരീരങ്ങളിൽ കയറി നിന്ന് ആനയെ കടിച്ചു തിന്നുന്ന ചിത്രം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ ആന തട്ടിമാറ്റുമ്പോൾ സിംഹം തെറിച്ചു വീഴും, പിന്നെയും ഓടി വരും. ആനയെപ്പോലും നേരിടാമെന്ന അഹങ്കാരമാണ് സിംഹത്തിനുള്ളത്. അതുകൊണ്ടാണ് കാട്ടിലെ രാജാവ് എന്ന ഓമനപ്പേര് ലഭിക്കാനും കാരണം. ധീരനായതുകൊണ്ടാണ്, ശൗര്യം കൂടുതലായതുകൊണ്ടാണ്. അപ്പൊ ഈ സിംഹം അതിൻ്റെതായ ലോകത്ത്, കാട്ടിൽ അത് സ്വതന്ത്രമായി വിഹരിക്കുമ്പോൾ, നമ്മളെ ഒരാളെ അങ്ങോട്ട് കിട്ടിയാൽ അത് അതിൻ്റെതായ മുഴുവൻ ശൗര്യവും പുറത്തെടുത്ത് നമ്മെ കൈകാര്യം ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു മുഹിബ്, അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന ഒരു മുഹിബ് തിരുനബിയിൽ നിന്ന് സഹായം ഉറപ്പാക്കിയിട്ടുണ്ടോ?
ലാ ഫിസ്വാമ ലഹാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ആരാണോ ഉർവത്തുൽ വുസ്ക കൊണ്ട് പിടിച്ചു നിൽക്കുന്നത്, ഉറപ്പുള്ള പാശം, ഉറപ്പുള്ള കയറ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു നാമമാണത്. നബി തങ്ങളുടെ ഒരു പേരാണ് അൽ ഉർവത്തുൽ വുസ്ക. അതിശക്തമായ കയറിൽ ആരാണോ പിടിച്ചത്, മുഹമ്മദുർ റസൂലുള്ളാഹി ആര് പിടിച്ചോ, ലം ഫിസാമ ലഹാ, ആ കയറ് പൊട്ടിപ്പോകുന്ന പ്രശ്നമില്ല, അയാൾക്കൊരു പരാജയവും വരില്ല. ഇൻഫിസാം എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ അർത്ഥം പൊട്ടിപ്പോകുക എന്നല്ല. ഒരു കയറ് എന്ന് പറഞ്ഞാൽ പല നാരുകൾ കൂട്ടി പിരിച്ച് ഭദ്രമാക്കിയതായിരിക്കും. എന്നാൽ ലംഫിസാമ ലഹാ, ആ കയറ് പിരിയുടയുന്നത് പോലുമല്ല. പിരി ഒടഞ്ഞു എന്ന് കരുതി പൊട്ടൂല. പിരി ഒടഞ്ഞാൽ പിന്നെ ഉടയാതെ ഭദ്രമായി നിൽക്കുന്ന കയറിനേക്കാൾ പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പൊ പിരി ഉടയുക പോലും ഇല്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ സഹായിയായി പിടിച്ചവൻ ആരുണ്ടോ, തിരുനബിയെ തന്റെ സഹായത്തിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലി അവിടുത്തെ ചര്യകൾ പിന്തുടർന്ന് ജീവിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി കണക്ഷൻ ഉറപ്പിച്ച വ്യക്തി, ആ വ്യക്തി ലംഫിസാമ ലഹാ, അയാൾക്ക് വലിയ വലിയ അപകടങ്ങൾ ഏൽക്കില്ല എന്നല്ല, അയാളെ ഒരു രോമത്തിന് പോലും പോറലേൽക്കില്ല. ഇതാണ് ആ പറഞ്ഞത്. മഹാന്മാർ പറയുന്നുണ്ട്. അതാണ് അള്ളാഹുവിന്റെ ഹബീബ് നമ്മെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആരാണോ ഹബീബിനെ പിടിച്ചത്, അവര് മുസ്തംസികൂന ബിഹബിലിൻ ഗൈരി മുൻഫസിമി, പൊട്ടാത്ത പിരിയുടയാത്ത കയറിൽ ഭദ്രമായി പിടിച്ചവരാണ്. പിടിക്കുന്നവർ പിടിക്കേണ്ടത് ആരെ പിടിക്കണം? അത് കരുത്തനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിക്കണമെന്നാൽ പേടിക്കേണ്ടതില്ല. അയാൾക്കൊരിക്കലും ഖൈബാകേണ്ടി വരില്ല. ആ ഭാഗമാണ് ഇനി തുടർന്നുള്ള ബൈത്തുകളിലൊക്കെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സഹായമുറപ്പായ ഒരു വ്യക്തി കാട്ടിന്റെ ഉള്ളിൽ നിന്ന്, ഇത് എവിടെയാ? ഒരു മഹാവനം. ആളുകളുടെ യാതൊരു ശബ്ദവും പുറത്തു നിന്നുള്ള യാതൊരു ലോകവും അങ്ങോട്ട് അറിയാത്ത വലിയ ഒരു വനം, ആൾപ്പെരുമാറ്റം തീരെ കിട്ടാത്ത ഒരു വലിയ കാട്ടില് ഒരു സിംഹം അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ സിംഹം മാറി അങ്ങ് പോകും. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഇതിന് തെളിവായിട്ട് പറയാനുണ്ടോ? ഇമാം ബാജൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഉണ്ട്. ധാരാളം ഔലിയാക്കളുണ്ട്. ഔലിയാക്കളുടെ സംഭവങ്ങളിലൊക്കെ ഔലിയാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? സിംഹത്തിൻ്റെ പുറത്ത് കാട്ടിൽ നിന്ന് വരും, എന്നിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് അങ്ങാടിയിൽ വന്ന് സാധനം വാങ്ങി തിരിച്ചു പോയിരുന്നു എന്നൊക്കെ കാണാം. സിംഹം ഇവർക്ക് വഴങ്ങിക്കൊടുക്കുകയാണ്, ഇവരൊന്നും ചെയ്യുന്നില്ല, ഇവരെ മിത്രമായി ഇവരോട് അടുത്തു വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരെ കാണുമ്പോൾ ശബ്ദിക്കാതെ നിശബ്ദമായി ശ്വാസമടക്കി പിടിച്ചു നിൽക്കുമെന്നതിന് രണ്ട് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് മഹാന്മാർ. ഒന്ന്, ഇവർ മനുഷ്യവിഭാഗമാണ്. അപ്പം ആ മനുഷ്യവർഗം ഞങ്ങളെ ആക്രമിക്കുമോ എന്ന് പേടിച്ചിട്ട് മിണ്ടാതിരിക്കും. കാരണം ഇയാളുമായിട്ട്, ഈ കരുത്തനുമായിട്ട്, ഈ മല്ലനുമായിട്ട് എനിക്ക് എന്തായാലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഏറ്റുമുട്ടാൻ കഴിയില്ല. എന്നാൽ എന്നെ കാണാതെ രക്ഷപ്പെട്ട് കിട്ടി എന്ന നിലക്ക്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുഹിബാണെന്ന നിലക്ക് ശബ്ദിക്കാതെ, അലറാതെ, ഗർജിക്കാതെ ഇയാളുടെ സ്വന്തം വർഗക്കാരനെ പോലെ വന്ന് കൂടെ നിന്ന് വേണ്ട ഒത്താശകളൊക്കെ ചെയ്യും. രണ്ടും പറഞ്ഞ മഹാന്മാരുണ്ട്. ഔലിയാക്കളൊക്കെ സിംഹത്തിൻ്റെ പുറത്ത് അങ്ങാടിയിൽ വന്ന് സാധനം വാങ്ങിപ്പോയിരുന്നു എന്നൊക്കെ ഔലിയാക്കളുടെ കഥ വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ഈ പറയുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലയായ കൂട്ടുകാരനായ സഫീനത്ത് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വലിയ സിംഹം തൻ്റെ അഭിമുഖമായി ഇങ്ങ് വന്നപ്പോൾ ആ സിംഹത്തോട് മഹാനവറുകൾ പറഞ്ഞത്രേ, അസ്അലുക ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ തസ്കുൻ, അസ്അലുക ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ തസ്കുൻ. സിംഹത്തോട് പറഞ്ഞു, ഓ മൃഗമേ, മുത്തുനബിയെ കൊണ്ട് ഞാൻ നിന്നോടൊരാവശ്യം ഉന്നയിക്കുന്നുണ്ട്, അടങ്ങി നിന്നോ അവിടെ, എന്നെ കൊള്ള തിരിയണ്ട, അത് നല്ലതിനാവില്ല. ആരോടായി പറയുന്നത്? സിംഹത്തോട്. നമുക്ക് പറയാൻ കഴിയോ?
നമ്മൾ കണ്ടത് കണക്കായിരിക്കൂലേ, സിംഹം പിടിക്കേണ്ടിയൊന്നും വരില്ല, അതോടുകൂടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു സിംഹത്തെ ഒരു കാട്ടിൽ വെച്ച് കാണുക എന്താ, അത് നാട്ടിൽ വെച്ചിട്ടല്ല. നമ്മളെയൊക്കെ ധൈര്യവും നമ്മളെയൊക്കെ ഈമാനും ഇതൊക്കെ ശരിക്കും അറിയണമെങ്കിൽ നമ്മളൊക്കെ സാധാരണ മൃഗശാലകളിലൊക്കെ പോകാറുണ്ട്. ആ കൂട്ടിൽ നിന്ന് ഒന്നെങ്ങാനും പുറത്തിറങ്ങി നോക്കണം, ഒരു കുട്ടി അവിടെ നിൽക്കൂല. എന്നാൽ ഘോരവനത്തിൽ അവരുടേതായ ലോകത്ത് മുഴുവൻ പവറും പുറത്തെടുക്കുന്ന ലോകത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, അയാളുടെ ഗാംഭീര്യമാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. സഫീനത്ത് റളിയല്ലാഹു അൻഹു ഈ മൃഗത്തോട് അള്ളാഹുവിന്റെ ഹബീബിനെ ഓർത്ത് നീ അടങ്ങിക്കൊള്ളണമെന്ന് പറഞ്ഞപ്പോൾ ഫസക്കന, ആ മൃഗം അടങ്ങി, അത് നിശബ്ദമായി, പിന്നെ ഒന്നും ചെയ്തില്ല. മഹാനവറുകൾ അതിലൂടെ കടന്നുപോയി എന്ന് ചരിത്രത്തിൽ കാണാം. സഫീനത്ത് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം ഇമാം ബാജൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നത് കാണാം, ബുർദയുടെ വ്യാഖ്യാനത്തിലായി ഉദ്ധരിക്കുന്നത് കാണാം. അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, വമൻ തകും ബി റസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ അജാമിഹാ തജ്മീ വലം തറാ മിൻ വലിയ്യിൻ ഗൈരി മുൻതസിരി ബിഹി വലാ മിൻ അദുവിൻ ഗൈരി മുൻഖസിമി. ഇനി ഇമാം ബൂസിരി പറയുകയാണ്, വലം തറാ മിൻ വലിയ്യിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മിത്രത്തെയും നീ കാണില്ല, നബി തങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ച ഒരു കുട്ടിയെയും നീ കാണുകയില്ല. ഗൈരി മുൻതസിരിൻ ബിഹി, തിരുനബിയെ കൊണ്ട് സഹായം ലഭിക്കാത്ത ഏതെങ്കിലും ഒരു മിത്രം നബിയെ ഉള്ളറിഞ്ഞ് സ്നേഹിച്ചിട്ടുണ്ടോ? ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ അയാളുടെ ദുനിയാവിൻ്റെ സാഹചര്യങ്ങളിലും ആഖിറത്തിൻ്റെ സാഹചര്യങ്ങളിലും അയാൾക്ക് ധാരാളം സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടാവും. കേട്ടിട്ടില്ലേ നിങ്ങൾ, നമ്മുടെ സാദാത്യങ്ങളും അതുപോലെ തന്നെ ആലിമീങ്ങളും ഒക്കെ പലപ്പോഴും പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയതുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ബുർദ ചൊല്ലിയതുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞതുകൊണ്ടൊക്കെ അവർക്ക് കിട്ടിയ നേട്ടങ്ങളെക്കുറിച്ച് ഉറപ്പാണ്. നബി തങ്ങളെ സ്നേഹിച്ചൊപ്പം കൂടിയ ഒരാള്, എന്തെങ്കിലും ഒരു സഹായം കിട്ടാത്ത ഒരാളെ നീ ലോകത്ത് കാണൂല. ഇമാം ബൂസിരി പറയാൻ, വലം തറാ മിൻ വലിയ്യിൻ ഗൈരി മുൻതസിരിൻ ബിഹി വലാ മിൻ അദുവിൻ ഗൈരി മുൻഖസിമി. വലാ മിൻ അദുവിൻ, എന്നാൽ തിരുനബിയോട് ശത്രുത പുലർത്തിയവൻ ആരുണ്ടോ അവനെയും നീ കാണില്ല. ഗൈരി മുൻഖസിമി, പൊട്ടിത്തകരാത്ത, തകർന്നു തരിപ്പണമാകാത്ത ഒരാളെ നീ കാണില്ല. ധാരാളം അനുഭവങ്ങൾ. മൗലിദുകളെ കളിയാക്കിയവർ, അവർ തരിപ്പണമായി പോയി. വലിയ വലിയ മുതലാളിമാർ, മൗലിദുകളെ കൊച്ചാക്കിയിരുന്ന, മൗലിദിൻ്റെ സദസ്സുകളെ കൊച്ചാക്കിയിരുന്ന വലിയ വലിയ മുതലാളിമാർ, അവരൊക്കെ തരിപ്പണമായി, പാപ്പറായി പൊളിഞ്ഞുപോയ അനുഭവങ്ങൾ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രു പൊളിഞ്ഞു പോകാത്ത ഒരനുഭവമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിത്രം സഹായം ലഭിക്കാത്ത ഒരവസ്ഥയോ നീ കാണില്ല. ഇതാണ് മഹാനവറുകൾ ഇതിലൂടെ പറഞ്ഞത്. എത്ര വലിയ സത്യമാണ് ഈ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്ക് ചെന്നു പിടിക്കാൻ പറ്റിയ കയറാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്ക് ചെന്നു പിടിക്കാൻ പറ്റിയ കയറു തന്നെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു സംശയവും വേണ്ട. നബി തങ്ങളാ പറയുന്നത്, അന സയ്യിദു ഉൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. സയ്യിദ് എന്ന് പറഞ്ഞാൽ ഇമാം അബൂ അബ്ദുല്ലാഹിൽ അൻസാരി പറയുന്നു, അല്ലദീ യുൽജഉ ഇലൈഹി ഫിൽ ഹവായിജി, ആപൽ ഘട്ടങ്ങളിൽ, അത്യാവശ്യ ഘട്ടങ്ങളിൽ ആരിലേക്കാണോ നാം അഭയം തേടി ചെല്ലുന്നത്, ഒരു പ്രയാസത്തിൽ, ഒരു പ്രതിസന്ധിയിൽ കുടുങ്ങുമ്പോൾ രക്ഷിക്കണേ നേതാവേ എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുന്ന ആൾക്കാണ് സയ്യിദ് എന്ന് പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദു ഉൽദി ആദം, ആദം സന്തതികളുടെ നേതാവാണ്. നാളെ പരലോകത്ത് നോക്ക് നിങ്ങൾ, എല്ലാവരുമുണ്ട് പരലോകത്ത്. അതാ മഹ്ശറ മരുഭൂമിയിൽ എഴുന്നേറ്റ് നിൽക്കാത്ത ഒരൊറ്റ കുട്ടിയുമില്ല. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അന സയ്യിദു ഉൽദി ആദം,
നബി തങ്ങൾ ഭൂമി ലോകത്ത് വെച്ച് പറയുന്നു, അന സയ്യിദു വൽദി ആദമ യൗമൽ ഖിയാമത്തി വലാ ഫഖർ. ഖിയാമത്ത് നാളിൽ ഞാൻ ആദമിന്റെ മക്കളുടെ ലീഡറാണ് കേട്ടോ, നേതാവാണ് കേട്ടോ. അവർക്ക് ഓടി വരാനുള്ള, അവരുടെ പ്രശ്നങ്ങൾ ഇറക്കി വെക്കാനുള്ള അത്താണിയാണ് ഞാൻ. വലാ ഫഖറാ, ഇത് ഞാൻ ഒരിക്കലും തന്നെ പൊക്കിയാവുകയല്ല. ദുനിയാവിലും ആഖിറത്തിലും അവരുടെ നേതാവാണ് ഞാൻ. നോക്ക് നിങ്ങൾ, നാളെ പരലോകത്ത് വെച്ച് ശഫാഅത്തിന് വേണ്ടി മുസ്ലിമീങ്ങൾ എല്ലാവരും ദാഹിക്കുന്ന ഘട്ടത്തില് നാം ശഫാഅത്തും തേടി ആദം നബി അലൈഹിസ്സലാം തൊട്ട് എല്ലാ മഹാന്മാരുടെ അടുത്തും നാം ഓടിച്ചൊല്ലും. അവരൊക്കെ പറയുന്നു, ലസ്തുലഹാ ലസ്തുലഹാ നഫ്സി നഫ്സി നഫ്സി, എനിക്കതിന് അർഹതയില്ല, എന്നെ കൊണ്ട് അതൊന്നും ചിന്തിക്കാനാവില്ല, എന്റെ ശരീരമേ, എന്റെ സ്വന്തം കാര്യം എന്താകും എന്ന ബേജാറിലാണ് എന്ന് പറയുന്ന സമയത്ത് പിന്നെ ഓരോരുത്തർക്കും അവരവരുടെ ഉമ്മത്തിന് അധികാരം കിട്ടും. ആദ്യത്തെ ശഫാഅത്തുൽ ഉദ്മ ലഭിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറയുമ്പം വനബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു ഉമ്മത്തി ഉമ്മത്തി. കണ്ടോ, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് പറയുന്നത് ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ ശരീരം എൻ്റെ ശരീരം എന്നല്ല, എൻ്റെ സമുദായം എൻ്റെ സമുദായം. ഇത് ഏറ്റവും വലിയ അംഗീകാരല്ലേ അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം? ഇതിലും വലിയ അതിമഹത്തായ മറ്റൊരു അന്തസ് ഏതു വേണം? ഇത് തന്നെയാണ് ഏറ്റവും വലിയ അന്തസ്. അബൂ അബ്ദുല്ലാഹിൽ അൻസാരി പറയുന്നു, ഫഹാദാ ഹുവൽ ഫഖ്റുൽ ജസീം ഫീ ഹാദൽ ഖത്ബിൽ അദീം. ഈ അപകട മേഖലയിൽ നമ്മെ സഹായിക്കാൻ ഉതകുന്ന ഈ ഒരു ശബ്ദം, ഇത് തന്നെയാണ് ഏറ്റവും വലിയ അന്തസ്, സംശയിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധൈര്യമായി വിളിച്ചു പറയാം, അന സയ്യിദു വൽദി ആദം, അന സയ്യിദു വൽദി ആദം. നബി തങ്ങൾ പറയുന്നു, ആദ്യമായി ഭൂമിയിൽ നിന്ന് പുനരെഴുന്നേൽപ്പിക്കപ്പെടുക എന്നെയാണ്. അവ്വലു മൻ തൻശഖു അൻഹുൽ അർദ്, അന അവ്വലു മൻ തൻശഖു അൻഹുൽ അർദു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളില് ഭൂമി പൊട്ടിപ്പിളർന്ന് എഴുന്നേറ്റു വരുന്ന ഒന്നാമത്തെ പ്രഥമ മനുഷ്യൻ ഞാനാണ്. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി വഅന സയ്യിദു വൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണെന്ന്. വലാ ഫഖറ, ഇത് ഫഖർ പറയുകയല്ല. വമഈ ലിവാഉൽ ഹംദി, ലിവാഉൽ ഹംദ് എന്ന കൊടി എൻ്റെ കൂടെയായിരിക്കും. വഅന അവ്വലു മൻ തുഫ്തഹു ലഹുൽ ജന്ന, എനിക്കാണ് ആദ്യമായി സ്വർഗം തുറക്കപ്പെടുന്നത്. വലാ ഫഖറ ഫാതി ഫാഖുദു ബിഹൽഖത്തിൽ ജന്ന, അങ്ങനെ ഞാൻ വന്ന് സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ച് കുലുക്കുമ്പോ ഫയുഖാൽ, വാതിലിനപ്പുറത്ത് നിന്ന് ഞാൻ വാതിലിൽ മുട്ടുമ്പം ചോദിക്കും, മൻ ഹാദാ, ആരാ 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 വാതിലിൽ മുട്ടുന്നത്? ഫഅഖൂലു, നബി പറയാൻ, അപ്പോൾ ഞാൻ പറയും, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് മുഹമ്മദ് നബിയാണ്. ഫയുഫ്തഹു ലി, അപ്പോൾ എനിക്ക് സ്വർഗം മലർക്കെ തുറക്കപ്പെടും. ഫആതീലൽ ജബ്ബാർ, അപ്പോഴാണ് ഞാൻ ജബ്ബാറായ തമ്പുരാന്റെ അടുത്ത് ചെന്ന് ഫഅഖിറു സാജിദാ, എനിക്ക് നൽകിയ അനുഗ്രഹത്തിന് അവന്റെ മുമ്പിൽ ചെന്ന് ഞാൻ സാഷ്ടാംഗം നമിക്കും എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഹബീബുനാ വ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി തങ്ങൾ പറയുന്ന, അങ്ങനെ ഞാൻ ലഅശ്ഫഅന്ന യൗമൽ ഖിയാമത്തി ലിഅക്സറ മിമ്മാ ഫിൽ അർളി മിൻ ഹജരിൻ വ ഷജരിൻ, ഈ ഭൂമിയിൽ എത്ര കല്ലുകളുണ്ടോ, എത്ര മരങ്ങളുണ്ടോ, അതിനേക്കാൾ അധികം ജനങ്ങൾക്ക് ഞാൻ ഖിയാമത്ത് നാളിൽ ശുപാർശ പറയുമെന്ന് ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പടച്ചോനെ, റഹമുറാഹിമായ റബ്ബേ, വല്ലാത്തൊരനുഭവമാണ് റബ്ബേ. ഈ സാധുക്കളായ ഞങ്ങളെയും കൂടെ ആ കണ്ണികളിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ, ആ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന അംഗീകാരമാണിത്. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർലാ, വലസൗഫ യുഅ്തീക റബ്ബുക ഫതർലാ, നബിയേ, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് നൽകും. ഏതുവരെ നൽകുമെന്നറിയോ? ഫതർലാ, നിങ്ങൾക്ക് പൂതി തീരുവോളം നൽകും നിങ്ങളുടെ രക്ഷിതാവ്. നൽകി നൽകി ഫതർലാ, അവസാനം നിങ്ങൾക്ക് പൂതി തീരും. പൂതി തീരോളും അങ്ങ് തരും നബിയെ. നമ്മൾ ഖിയാമത്ത് നാളിലാണ് ഇത് തീരാൻ പോകുന്നത്. ഇത് പറഞ്ഞോടം മുതൽ അന്ന് മുതൽ അടുത്ത സെക്കൻഡ് മുതൽ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഖിയാമത്ത് നാളിലല്ല കൊടുക്കുന്നത്, അത് അടുത്ത സെക്കൻഡ് മുതൽ. അതായത്
കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിരുന്നു, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ എന്നത് ഇങ്ങോട്ട് കൂട്ടി വായിക്കണം. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ. എന്തുകൊണ്ട്? നാളെ പരലോകത്ത് ഏറ്റവും വലുത് കിട്ടാൻ പോകുന്നു, അത് കുറച്ച് നീണ്ടാവധിയാണ് എങ്കിൽ ദുനിയാവിൽ നിന്ന് തന്നെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാലം ഫഹദാ വവജദക ആയിലം ഫഅഗ്നാ. നബിയെ, നിങ്ങളെ പൊക്കി 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 കൊണ്ടുവന്ന അനുഭവമല്ലേ നമുക്കുള്ളത്? അള്ളാഹു നിങ്ങളെ കണ്ടിരുന്നത് ഒരു അനാഥ കുട്ടിയായിരുന്നു. അനാഥ കുട്ടികൾ അറേബ്യൻ സാഹചര്യത്തിൽ വഴിപിഴച്ചു പോയി സംസ്കാരമില്ലാത്ത കുഞ്ഞായി, അധബുമര്യാദയുമില്ലാത്ത കുഞ്ഞായി വളരുകയായിരുന്നു. നിങ്ങളങ്ങനെയല്ല. നിങ്ങൾ ആ സാഹചര്യത്തിലും അനാഥത്വത്തിലും അങ്ങേ കതബ് ലഭിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് പാടി വെച്ചതിലുള്ള ഒരു വരിയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചെയ്യേണ്ടതൊക്കെ അള്ളാഹു ചെയ്തു കൊടുത്തിട്ടൊരു സാധുവായിരുന്നു നബിയെ. നിങ്ങളെ നാം ദരിദ്രനാക്കി. ഇങ്ങനെ എന്തൊക്കെ വേണോ ആ വേണ്ടതൊക്കെ നിങ്ങൾക്ക് നൽകിയില്ല നബിയെ നമ്മള്. ഇനി എങ്ങനെ നബിയെ നമ്മൾ നിങ്ങളെ പാഴാക്കി കളയോ? നിങ്ങളതിൽ പേടിക്കേണ്ടതില്ലെന്ന് സൂറത്തു ദുഹായിലൂടെ പടച്ച തമ്പുരാൻ അള്ളാഹുവിൻ്റെ ഹബീബിനെ സമാശ്വസിപ്പിക്കുന്ന വചനങ്ങളാണത്. നബി തങ്ങളെ ആശ്വസിപ്പിക്കുന്ന വചനങ്ങളാണത്. അപ്പൊ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ എന്ന് പറഞ്ഞ ആ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നേരത്തെ കൊടുത്ത ആ ഓഫറിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഉറപ്പാണ് കേട്ടോ, നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞതാണ്, നാളെ മഹ്ശറാവൻ സഭയിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടില്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾക്ക് തരുന്നല്ലേ പറഞ്ഞത്. ലാ അർളാ വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. എന്റെ ഉമ്മത്തിൽ ഒരു കുട്ടിയെങ്കിലും നരകത്തിലുണ്ടെങ്കിൽ ഞാൻ പടച്ചവനോട് പറയും, പടച്ചവനെ എനിക്ക് പൊരുത്തായിട്ടില്ല, അവരെ ഒക്കെ ഞാൻ ശഫാഅത്ത് ചെയ്ത് കയറ്റും. വർഷങ്ങളെ കൊണ്ട് എല്ലാവരും കയറിപ്പോരും.